ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് മുമ്പ് നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ട് പിന്നെ ഡോക്ടർ ഒരു പേപ്പർ തരും. അതുകൊണ്ട് നമ്മൾ ഫാർമസി പോകും, മരുന്ന് വാങ്ങും. പിന്നെ നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ ആ ചീട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ പാടാണ് അല്ലേ, നമ്മുടെ ഫയൽ കണ്ടുപിടിക്കാൻ തപ്പിയെടുക്കാനൊക്കെ കുറച്ച് പാടുപെടും. അങ്ങനെ ആയിരുന്നു ഒരു പഴയ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമുക്കൊരു MR നമ്പർ എന്ന് പറയും, മെഡിക്കൽ റെക്കോർഡ് നമ്പറോ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ഫയൽ ഡോക്ടറിൻ്റെ ലാപ്പിലേക്ക് എത്തും. അപ്പോൾ ഇത് പോസിബിൾ ആക്കുന്നത് എങ്ങനെയാണ്? ഇത് പോസിബിൾ ആക്കാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ ഡോക്ടേഴ്സ്, ഇപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് ഇവിടെ നിന്ന് അയക്കുമ്പോൾ അതൊരു ഡോക്ടറിൻ്റെ ലാപ്ടോപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു യൂസ് എങ്ങനെയാണ്, എവിടേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഫങ്ഷൻസ് ഓഫ് HIS എന്നാണ് ഷോർട്ടായിട്ട് പറയാം. പേഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, രജിസ്ട്രേഷൻ, അഡ്മിഷൻ, ഡിസ്ചാർജ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, അവർക്ക് ഡിസ്ചാർജും അഡ്മിഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ദെൻ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, ഡിജിറ്റൽ സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ ഓഫ് പേഷ്യൻറ്റ് റെക്കോർഡ്സ്. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ലാപ്ടോപ്പിലോ എവിടെയാണോ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ പണ്ട് എക്സലൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഫുള്ളി ഒരു വരുന്ന പേഷ്യൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എന്ത് ചെയ്യാണ്, ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് അതിൽ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയാം. നെക്സ്റ്റ് ബില്ലിംഗ് ആൻഡ് ഫിനാൻസ്, ഓട്ടോമേറ്റഡ് ബില്ലിംഗ്, ഇൻഷുറൻസ് ക്ലെയിംസ് ആൻഡ് റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ബില്ലിംഗ് ആണെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന നേരത്ത് അവിടെ അക്കൗണ്ട്സിൽ ബില്ലിംഗ് പറയുമ്പോഴൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് അത് നമ്മൾ അവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ ആ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ബില്ലിംഗ് വരെ എന്തെല്ലാം കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് ഓട്ടോമേറ്റഡ് ആയിട്ട് ജനറേറ്റ് നമുക്ക് ബില്ലായിട്ട് തരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എവിടെയാണ്? സോഫ്റ്റ്വെയറിലാണ്. ഇപ്പോൾ ഇൻഷുറൻസും ക്ലെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? ഈ സോഫ്റ്റ്വെയറിൽ തന്നെയാണ്. ദെൻ ലബോറട്ടറി ആൻഡ് റേഡിയോളജി മാനേജ്മെൻറ്റ്, ഇൻ്റഗ്രേഷൻ വിത്ത് ഡയഗ്നോസ്റ്റിക് സർവീസസ് ഫോർ ടെസ്റ്റ് റിപ്പോർട്ട്. ലാബിൽ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു ഫയൽ ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എവിടെ? ഈ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ചെയ്യുന്ന ഈ ലബോറട്ടറി റിപ്പോർട്ടും ഡയഗ്നോസ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ടൈപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് കയറ്റാൻ പറ്റും. അത് എത്ര നാൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നശിച്ചു പോവാതെ നമ്മുടെ MR നമ്പറോ നമ്മുടെ ഫോൺ നമ്പറോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റും, നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റാസ് നമ്മൾ ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്നതിനാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള HIS സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫാർമസി മാനേജ്മെൻറ്റ്, സ്റ്റോക്ക് കൺട്രോൾ, പ്രിസ്ക്രിപ്ഷൻ ട്രാക്കിംഗ് ആൻഡ് ഓട്ടോമേറ്റഡ് ഡിസ്പെൻസിങ്. ഇപ്പോൾ ഫാർമസിയിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാനും, ഏതെല്ലാം ടൈപ്പ് ഓഫ് മെഡിസിൻസ് കയ്യിലുണ്ട്, ഏതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, ഏതെല്ലാം നമുക്കിനി റീസ്റ്റോക്ക് ചെയ്യേണ്ടതുണ്ട്, ഏതെല്ലാം മെഡിസിൻസ് പോയിട്ടുണ്ട്, ഇനി ഏതൊക്കെ കുറേ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ഏത് കമ്പനിയുടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോയിൻമെൻറ്റ് ആൻഡ് സ്കെഡ്യൂളിംഗ്, ബുക്കിംഗ് ആൻഡ് മാനേജിങ് പേഷ്യൻറ്റ് അപ്പോയിൻമെൻറ്റ്സ്. മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റിൽ പ്രോപ്പറായിട്ട് അവർക്ക് പേഷ്യൻസ് റിമൈൻഡർ കൊടുക്കാനൊക്കെ ഇതുവഴി സാധിക്കും. ഇൻവെൻട്രി ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ട്രാക്കിംഗ് ആൻഡ് മാനേജിങ് മെഡിക്കൽ സപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സോഫ്റ്റ്വെയർ ത്രൂ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഡാറ്റ അനലിറ്റിക്സ് ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പേഷ്യൻ്റ് ഡാറ്റ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറക്റ്റ് ഡിസിഷൻ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട്. ഇതൊരു മെഡിക്കൽ ടേം ആണ് ആക്ച്വലി. സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ്, എൻഷുർ ഡാറ്റ പ്രൈവസി, HIPAA കംപ്ലയിൻസസ് ആൻഡ് റോൾ ബേസ്ഡ് ആക്സസ്. അതായത് നമ്മൾ ഇത്തരത്തിൽ പേഷ്യൻസിൻ്റെ ഡാറ്റ ഒരു സിസ്റ്റത്തിൽ ഒരു ഡിജിറ്റലി നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് ലീക്ക് ആവാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാനോ അങ്ങനെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, എൻക്രിപ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പാസ്വേഡൊക്കെ ഇട്ടിട്ട് നമുക്കിത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് ഇപ്പോൾ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ബ്രീച്ചായി പോവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലോ തന്നെ ഇതിന് വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ഇത് സൂക്ഷിക്കുന്ന സമയത്ത് പേഷ്യൻസിൻ്റെ അറിവോടല്ലാതെ ഇത് കൈമാറ്റം ചെയ്യാനോ ഇത് ലീക്ക് ആവാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, ഈ ഒരു ലോ എല്ലാം നോക്കി അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത്
സൂക്ഷിച്ച് കൊണ്ടുപോകാം. വെറുതെ നമ്മളൊരു ലാപ്ടോപ്പിൽ കുറച്ച് ആളുകളുടെ ഡാറ്റ വെച്ചിരിക്കുന്നതല്ല ഈ ഒരു HIS ത്രൂ നടക്കുന്നത്. നേരെ മറിച്ച് ഇത് വളരെ സെക്യൂർഡായിട്ടും വളരെ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് HISൽ വരുന്നത്. അപ്പോൾ HIS എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ഒരു HR വരുമ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിന് എന്തുണ്ട്, ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേറോൾ ആണെങ്കിലും ഇൻ്റർവ്യൂ സ്കെഡ്യൂളിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ടോ പേഷ്യൻസിൻ്റെ ഇഷ്യൂസും എംപ്ലോയീസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും, അവർ ആരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, എത്ര പേര് ഈ വർഷം റിസൈൻ ചെയ്യും, എത്ര ഇയേഴ്സ് ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ HRIS in a hospital is used to manage staff and workforce efficiently. ഫസ്റ്റ് അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ എംപ്ലോയി റെക്കോർഡ്സ് മാനേജ്മെൻറ്റ്, സ്റ്റോറിങ് ഡീറ്റെയിൽസ് ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്. അവിടുത്തെ എല്ലാ സ്റ്റാഫിൻ്റെയും എന്താണ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. പേറോൾ ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, സാലറി പ്രോസസ്സിംഗ്, ബെനിഫിറ്റ്സ് ആൻഡ് ടാക്സ് ഡിഡക്ഷൻസ്. അതായത് പേറോൾ കറക്റ്റായിട്ട് അറ്റൻഡൻസും കാര്യങ്ങളും ഇട്ട് പോവുക, അതുപോലെ അതനുസരിച്ച് ലീവും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മന്ത് എൻഡ് ആകുമ്പോൾ അതിനുള്ള കോമ്പൻസേഷൻ നമ്മൾ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഫോർമുലാസ് ഇതിലുണ്ടാവും. അപ്പോൾ HR സംബന്ധിച്ച് അവരുടെ പണി കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ അറ്റൻഡൻസ് ആൻഡ് ഷിഫ്റ്റ് സ്കെഡ്യൂളിംഗ്, മാനേജിങ് വർക്ക് അവേഴ്സ്, ലീവ്സ് ആൻഡ് ഷിഫ്റ്റ് അലൊക്കേഷൻ. ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഇല്ലാതെ നമ്മൾ മാനുവലി ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, ഭയങ്കര ടാസ്കും ആയിരിക്കും, നല്ല ടൈം എടുക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അറ്റൻഡൻസും ഷിഫ്റ്റ് സ്കെഡ്യൂളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. വർക്കിംഗ് അവേഴ്സ് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, മോണിറ്ററിംഗ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രൊവൈഡിങ് ട്രെയിനിങ് പ്രോഗ്രാംസ്. കറക്റ്റ് ഇപ്പോൾ ഒരു 200-300 സ്റ്റാഫുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഓരോ ആളുകളുടെയും പേര് എഴുതി ക്വാളിഫിക്കേഷൻ എഴുതി നമ്മളിത് എപ്പോഴും എടുത്ത് നോക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് ഇത് ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇവരെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും, ഇവർക്ക് ഓരോ റോൾ കൊടുക്കാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് ഇവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനും ആ ഒരു ഹൈ പൊട്ടൻഷ്യാലിറ്റി അനുസരിച്ച് ഇവർക്ക് ഓരോ ജോബ് റോളും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാക്കുക. ഈ ഒരു HRI സിസ്റ്റം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ടെക്നിക്കലി അല്ലെങ്കിൽ നമ്മൾ ഇത്തരമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ജോബ് കുറച്ചുകൂടെ എളുപ്പമാക്കാനും ടൈം കുറച്ച് നമുക്ക് സേവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതുവഴി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ഇവാലുവേഷൻ, അസസിങ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ആൻഡ് കണ്ടക്ടിങ് അപ്രൈസൽസ്. കറക്റ്റായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതനുസരിച്ച് അവർക്ക് പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കാനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കും. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഇതിനു മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു HR-ൻ്റെ, അതിൽ പറഞ്ഞ ഡ്യൂട്ടീസാണ്. ഈ ഡ്യൂട്ടീസൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ ചെയ്യുമ്പോൾ ഒരു HR-ന് അവരുടെ ജോലി കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ഓൺബോർഡിംഗ്, ഹയറിംഗ് ന്യൂ എംപ്ലോയീസ് ആൻഡ് മാനേജിങ് ഓൺബോർഡിംഗ് പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം ATS ഫ്രണ്ട്ലി റെസ്യൂമൊക്കെ ഉണ്ട്. അപ്പോൾ ATS ഫ്രണ്ട്ലി റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരുമ്പോൾ ഒരു 1000 റെസ്യൂമേ വന്നാലും നമുക്ക് നമ്മുടെ കീ വേർഡ്സ് വെച്ചിട്ട് ATS ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അത് സോഫ്റ്റ്വെയർ തന്നെ എന്ത് ചെയ്യും, അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് മുന്നിലേക്ക് ഒരു 1000 റെസ്യൂമേന്ന് ഒരു 100 തരും. അതിൽ നമ്മൾ വീണ്ടും കീവേഡ്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 തരും. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരാളിരുന്ന് ഇത്രയും റെസ്യൂമേ നോക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനും അത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസേജൊക്കെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ വരുന്നത്. ആൻഡ് ലീഗൽ കംപ്ലയിൻറ്റ്സ് മാനേജ്മെൻറ്റ്, എൻഷുറിങ് അത്തറൻസ് ടു ലേബർ ലോസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. നമുക്കിതൊക്കെ ഈ ഒരു ലീഗൽ പോളിസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ വരുന്ന എംപ്ലോയീസിന് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇതൊരു മെയിലായിട്ട് നമുക്കിത് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ അല്ലാതെ ഇത് ഒരു പ്രിൻ്റ് എടുത്ത് ഒരു പേപ്പറാക്കി കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഇതിങ്ങനെ തന്നെ അവർക്ക് മെയിൽ അയക്കുന്നതും. കുറച്ചുകൂടെ അതെപ്പോഴും ഉണ്ടാവും. മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു അങ്ങോട്ട് പോയതിൻ്റെയോ അല്ലെങ്കിൽ അവിടെ അവർക്ക് കിട്ടിയതിൻ്റെയോ നമുക്ക് ഒരു എപ്പോൾ വേണമെങ്കിലും എടുത്ത ഒരു പ്രൂഫായിട്ടുണ്ടാവും. പേപ്പർ ആകുമ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഡിവൈസസ് നമ്മുടെ ഒരു ജോബ് റോളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലായിക്കോട്ടെ, ഇപ്പോൾ ഏതൊരു കമ്പനിയിലും നമ്മൾ സോഫ്റ്റ്വെയർ രീതിയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ജോബ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാനും നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ HIS-ഉം HRIS-ഉം ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ടോപ്പിക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പുതിയ ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.